നമസ്കാരം. കുംഭസാരം നടത്തിയാൽ പെണ്ണിൻ്റെ മാനം തിരികെ കിട്ടുമോ? നടൻ ഷൈൻ ടോം ചാക്കോ കുമ്പസരിച്ചു. വിൻസി അലോഷ്യസ് പുറത്തിരിക്കുന്നു. നടി വിൻസി അലോഷ്യസിൻ്റെ പരാതി ഒത്തുതീർപ്പാക്കുന്നു. പക്ഷേ ഒരു ചോദ്യം ബാക്കിയാകുന്നു. ഒത്തുതീർത്ത് പ്രശ്നം പരിഹരിക്കാനായിരുന്നുവെങ്കിൽ എന്തിന് മാധ്യമങ്ങൾക്ക് മുൻപിൽ നടി തുറന്നു പറച്ചിൽ നടത്തി? നേരിട്ട് ഷൈൻ ടോം ചാക്കോയെ കണ്ട് പറഞ്ഞാൽ തീരാവുന്ന പ്രശ്നമായിരുന്നുവെങ്കിൽ പിന്നെന്തിന് സമൂഹത്തിന് മുൻപിൽ വിൻസി എത്തിച്ചേർന്നു? ഷൈൻ ടോം ചാക്കോ ഖേദം പ്രകടിപ്പിച്ചാൽ വിൻസിക്ക് നഷ്ടമായ മാനം തിരികെ കിട്ടുമോ? ഇങ്ങനെ നിരവധി ചോദ്യങ്ങൾ കൂടി ഉണ്ട്. അതിനുത്തരങ്ങൾ അല്ലെങ്കിൽ അതിനുള്ള മറുപടി കൂടി പറയേണ്ടതല്ലേ ഈ നടി? നമുക്കറിയാം, ഈ നടൻ ഷൈൻ ടോം ചാക്കോയ്ക്കെതിരെ നടി വിൻസി അലോഷ്യസ് നൽകിയ പരാതി അവസാനം ഒത്തുതീർപ്പിലേക്ക് എത്തി എന്നുള്ളതാണ്. തനിക്കുണ്ടായ ബുദ്ധിമുട്ടാണ് പറഞ്ഞത് എന്നും പരാതിയല്ല എന്നും വിൻസി ICCയെ അറിയിക്കുകയും ചെയ്തിരിക്കുന്നു. അപ്പോൾ വിഷയത്തിൽ ഷൈൻ ടോം ചാക്കോ ഖേദം പ്രകടിപ്പിച്ചു. താൻ മോശമായി ഒന്നും ഉദ്ദേശിച്ചിരുന്നില്ല എന്നാണ് ഷൈൻ ടോം ചാക്കോ പറയുന്നത്. വിൻസിക്ക് തൻ്റെ പെരുമാറ്റത്തിൽ എന്തെങ്കിലും തോന്നിയെങ്കിൽ ക്ഷമ ചോദിക്കുന്നതായിട്ടും ഷൈൻ വ്യക്തമാക്കി കൊടുത്തു. അപ്പോൾ ഇരുവരും ചർച്ചയ്ക്ക് ശേഷം കൈകൊടുത്ത് പിരിഞ്ഞ് സിനിമയുമായി സഹകരിക്കുമെന്നും ഷൈനും വിൻസിയും അറിയിച്ച് മടങ്ങിപ്പോകുന്നു. ബോധപൂർവം തെറ്റ് ചെയ്തിട്ടില്ല എന്നും പെരുമാറ്റത്തിൽ ശ്രദ്ധിക്കാമെന്നും ഷൈൻ ഇൻ്റേണൽ കമ്മിറ്റി അംഗങ്ങളെ അറിയിക്കുകയും ചെയ്തു. ഇൻ്റേണൽ കമ്മിറ്റി എടുക്കുന്ന ഏത് തീരുമാനവും അംഗീകരിക്കുമെന്ന് വിൻസിയും യോഗത്തിൽ നിലപാടെടുത്തു. തൻ്റെ പരാതി ചോർന്നതിലുള്ള അതൃപ്തിയും വിൻസി യോഗത്തിൽ അറിയിച്ചു. എന്തിനാണ് വിൻസി ഈ അതൃപ്തി? അതാണ് നമുക്ക് മനസ്സിലാകാത്തത്. ഒരാളുടെ പേരിൽ നിങ്ങളൊരു പരാതി കൊടുക്കുമ്പോൾ തീർച്ചയായിട്ടും അത് ഒരു അന്വേഷണത്തിലേക്ക് പോകുമ്പോൾ സ്വാഭാവികമായിട്ടും ആ വ്യക്തിയെക്കുറിച്ച് അറിയുക തന്നെ ചെയ്യും. അത് ആര് ചോർത്തി നൽകിയാലും ഇല്ലെങ്കിലും ഇതൊക്കെ സാമാന്യ ബുദ്ധിമുള്ള ജനത്തിന് മനസ്സിലാകുന്ന കാര്യമാണ്. അതിനകത്ത് വലിയ അതൃപ്തി പ്രയോഗമൊന്നും നടത്തി അതിനകത്ത് വിൻസി വലിയ മാന്യയാകാൻ ശ്രമിക്കുകയും വേണ്ട. അതുമാത്രമേ അതുമായി ബന്ധപ്പെട്ടിട്ട് പറയാൻ പറ്റൂ. കാരണം അതൃപ്തി ഉണ്ടായിരുന്നുവെങ്കിൽ, പേര് പറഞ്ഞിരുന്നുവെങ്കിൽ ചിലപ്പോൾ അത്തരത്തിലുള്ള ഒരു അതൃപ്തിയൊന്നും ഇവിടെ പ്രകടമാക്കേണ്ടി വരില്ലായിരുന്നു. ആദ്യമേ പേര് പറഞ്ഞാൽ മാത്രം മതിയായിരുന്നു. നിങ്ങൾ പറഞ്ഞില്ലെങ്കിൽ മറ്റുള്ളവർ പറയും, ഇല്ലെങ്കിൽ അന്വേഷണ ഉദ്യോഗസ്ഥർ പറയും. ഇതെന്നായിരുന്നാലും പുറത്ത് വരിക തന്നെ ചെയ്യും. അങ്ങനെ ഒളിച്ചു വെക്കാൻ പറ്റുന്നതൊന്നുമല്ല ഇത്തരത്തിലുള്ള പേരുകൾ എന്നുകൂടി പറയട്ടെ. അപ്പോൾ അത്തരത്തിലുള്ള അതൃപ്തിയൊക്കെ അറിയിച്ചു. മാത്രമല്ല, പോലീസിൽ പരാതി നൽകാനില്ലെന്ന ഒരു നിലപാടുകൂടി ഈ ഇൻ്റേണൽ കമ്മിറ്റി യോഗത്തിൽ വിൻസി നടി ആവർത്തിച്ച് പറയുകയും ചെയ്തു. ഷൈൻ ടോം ചാക്കോയ്ക്ക് താക്കീത് നൽകി പ്രശ്നങ്ങൾ അവസാനിപ്പിക്കുവാനുള്ള ഒരു ആലോചനയിലേക്ക് കാര്യങ്ങൾ കടക്കുകയും ചെയ്തു. ഷൈൻ ടോം ചാക്കോയ്ക്കെതിരെ തിടുക്കത്തിൽ നടപടി വേണ്ട എന്നുള്ള നിലപാടിലാണിപ്പോൾ താരസംഘടനയും ഫിലിം ചേംബറും ഈ ഇൻ്റേണൽ കമ്മിറ്റി യോഗത്തിൻ്റെ റിപ്പോർട്ടിനായിട്ട് ഇങ്ങനെ കാത്തിരിക്കുകയാണ്. എപ്പോൾ റിപ്പോർട്ട് കിട്ടും എന്ന് നോക്കി. അതായത് റിപ്പോർട്ട് എന്തായാലും ഇന്ന് തന്നെ ലഭിച്ചേക്കും. പിന്നെ ഈ റിപ്പോർട്ട് അങ്ങ് ലഭിച്ചു കഴിഞ്ഞാൽ ഈ സംഘടന എന്ത് ചെയ്യും? ഒന്നും ചെയ്യില്ല. ഒതുക്കി തീർക്കാൻ കാത്തിരിക്കുന്ന സംഘടനയ്ക്ക് എന്ത് അന്വേഷണം, എന്ത് നടപടി? വെറുതെ ഒരു പ്രഹസനമാണ് ഇതൊക്കെ. എല്ലാവന്മാരും ഏതെങ്കിലുമൊക്കെ ലഹരിക്ക് അടിമ തന്നെയെന്ന് അറിയാവുന്നവർ അന്വേഷിച്ചാൽ ഈ അന്വേഷിക്കുന്നവർ കൂടി അകത്താകും എന്നതുകൊണ്ട് തന്നെ എങ്ങനെയെങ്കിലും ഈ പ്രശ്നം ഒതുക്കി തീർക്കാനാണ് എല്ലാവർക്കും താല്പര്യമുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഇതിങ്ങനെ ഒതുങ്ങിപ്പോകുന്നത്. ഫിലിം ചേംബറിൻ്റെ നേതൃത്വത്തിലുള്ള മോണിറ്ററിംഗ് കമ്മിറ്റിയുടെ യോഗം, താരസംഘടന അമ്മ നിയോഗിച്ച 3 അംഗ സമിതിയുടെ അന്വേഷണം, ഇതൊക്കെ ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഒത്തുതീർപ്പിലായ കേസ് എന്തിനാണ് അമ്മയുടെ ഈ 3 അംഗ സംഘം അന്വേഷിക്കുന്നത് എന്ന് മാത്രമാണ് എനിക്ക് മനസ്സിലാകാത്തത്. സൂത്രവാക്യം സിനിമയുടെ ചിത്രീകരണത്തിനിടെ ഷൈൻ ടോം ചാക്കോ ലഹരി ഉപയോഗിച്ച് തന്നോട് മോശമായി പെരുമാറിയെന്ന വിൻസി അലോഷ്യസിൻ്റെ പരാതി വലിയ വിവാദമൊക്കെ ആയതാണ് കേട്ടോ. ആ വിവാദമായതോടുകൂടിയാണ് ഏറെ വൈകിയുള്ള ഇൻ്റേണൽ കമ്മിറ്റിയുടെ ഇടപെടലുണ്ടായത്. സിനിമാ സെറ്റിൽ ലഹരി ഉപയോഗിച്ച് തന്നോട് മോശമായി പെരുമാറിയ നടനെതിരെ നിയമപരമായി പരാതി നൽകില്ല എന്നും ഈ അന്വേഷണവുമായിട്ടൊക്കെ സഹകരിക്കുമെന്നാണ് വിൻസി അലോഷ്യസ് അന്ന് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്തിനാണ് വിൻസി ഈ പ്രഹസനം എന്ന് മാത്രമേ നമുക്ക് ചോദ്യമുള്ളൂ. ഇരുഭാഗവും കേട്ടതോടുകൂടി അന്തിമ അന്വേഷണ റിപ്പോർട്ട് തയ്യാറാക്കി ഫിലിം ചേംബറിൻ്റെ മോണിറ്ററിംഗ് കമ്മിറ്റിക്ക് കൈമാറുകയാണ് അടുത്ത നടപടി എന്ന് പറയപ്പെടുന്നത്. അപ്പോൾ റിപ്പോർട്ടിൽ ഗൗരവകരമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഈ ഷൈൻ ടോം ചാക്കോയ്ക്കെതിരെ നടപടിയെടുക്കുവാനും കമ്മിറ്റിക്ക് നിർദ്ദേശം നൽകാൻ പോവുകയാണ്. വലിയ കാര്യമാണ് ഇതൊക്കെ.
കാരണം നിർദ്ദേശം എന്ത് തന്നെയായാലും അതനുസരിക്കാൻ സിനിമാ സംഘടനകൾ ബാധ്യസ്ഥരാണ് എന്നുള്ളതാണ്. അപ്പോൾ അതിനിടെയാണിപ്പോൾ ഷൈൻ ടോം ചാക്കോ പ്രതിയായിട്ടുള്ള മറ്റൊരു കേസുണ്ടല്ലോ, ഈ ലഹരി കേസ്. ആ ലഹരി കേസിൽ പോലീസിൻ്റെ തുടർ നടപടികളൊന്നും ഒരിടത്തും എത്തുന്നില്ല. അതിങ്ങനെ നീണ്ടുപോവുക. കാരണം തെളിവുകളില്ലാത്തതിന് ഷൈനിനെ വീണ്ടും ചോദ്യം ചെയ്യുന്നതിൽ കാര്യമില്ല എന്നുള്ളതാണ് നമ്മുടെ പോലീസിൻ്റെ കൂടി വിലയിരുത്തൽ. ലഹരി പരിശോധനാ ഫലം വരാൻ ഏകദേശം 2 മാസം കഴിയും. കസ്റ്റഡിയിലെടുത്ത ഫോണുകളുടെ ഫോറൻസിക് പരിശോധന ഫലവും വൈകും. അപ്പോൾ എപ്പോൾ വിളിച്ചാലും ഹാജരായിക്കൊള്ളാം എന്ന് പറഞ്ഞ് ഷൈൻ കൂടി അത്തരത്തിലൊരു വാദം അറിയിച്ചതോടുകൂടി തിടുക്കം കാണിക്കേണ്ട എന്നാണ് പോലീസിൻ്റെയും തീരുമാനം. ആർക്കും ഈ കാര്യത്തിൽ ഒരു തിടുക്കവുമില്ല. ഇന്റേണൽ കമ്മിറ്റി യോഗത്തിൽ ഷൈൻ ബിൻസിയോട് ക്ഷമാപണം നടത്തി. ഭാവിയിൽ മോശം പെരുമാറ്റം ഉണ്ടാകില്ല എന്ന് ഷൈൻ ഉറപ്പ് നൽകി. ചർച്ചയ്ക്ക് ശേഷം ഇരുവരും കൈകൊടുത്ത് പിരിഞ്ഞു. കഥ ഇവിടെ അവസാനിച്ചു. ഒരു സിനിമാ കഥ പോലെ. എന്തിനാണ് ഇത്ര ബുദ്ധിമുട്ടി ഒരാളെ നിയമത്തിൻ്റെ മുന്നിൽ എത്തിക്കാതിരിക്കാൻ ശ്രമം നടത്തിയത്? നടിക്ക് പറയാനുള്ളതെല്ലാം മാധ്യമങ്ങൾ വഴി പറഞ്ഞു കഴിഞ്ഞപ്പോഴാണോ വരാൻ പോകുന്ന വിപത്തിനെക്കുറിച്ച് നടി ബോധവതിയായത്? അതോ പണ്ട് ഒരു നടി ഇതുപോലെ നടന്മാർക്കെതിരെയും സംഘടനയ്ക്കെതിരെയും ഒക്കെ വെല്ലുവിളിച്ച് വലിയ പരാക്രമമൊക്കെ നടത്തി ചില വിവാദങ്ങൾ സൃഷ്ടിച്ചതുപോലെ അങ്ങനെ ആകാനുള്ള ശ്രമമാണോ ഈ നടിയും നടത്തിയത് എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ഇനി സിനിമ എന്ന ചാലക മാജിക്കിൽ നിന്നും പുറത്താക്കുമെന്ന ഒരു തോന്നൽ അതുണ്ടായപ്പോഴാണോ ഒരു മാപ്പിൽ കാര്യം ഒതുക്കി തീർക്കാമെന്ന് ഈ നടിക്ക് തോന്നിയത് എന്നുള്ള സംശയം കൂടിയുണ്ട്. ആരും മോഹിക്കുന്ന സിനിമ എന്ന സ്വപ്നതുല്യമായിട്ടുള്ള ലൈംലൈറ്റിൽ നിൽക്കുമ്പോൾ ആ അഭ്രപാളികളിലെ അഭിനയത്തിൻ്റെ വലിയ വിശാലമായ ക്യാൻവാസിൻ്റെ ആരെയും മത്തുപിടിപ്പിക്കുന്ന പ്രശസ്തി ഉണ്ടല്ലോ. അതായത് എല്ലാവരാലും അറിയപ്പെടുന്ന ഒരു ഫാൻസ് മൂവ്മെൻറ്റ്സ് ഉണ്ടല്ലോ. അതൊരിക്കൽ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഈ നടീനടന്മാർക്ക് അതില്ലാതെ ജീവിക്കാൻ കഴിയില്ല. അത് ഒരു സെലിബ്രിറ്റി സിൻഡ്രോമാണ്. അതുതന്നെയാണ് ഈ നടിക്കും പറ്റിയിരിക്കുന്നത്. സിനിമാ ലോകത്തെ പൊള്ളത്തരങ്ങൾ, വലിയ മഹാന്മാർ ഉൾപ്പെടെയുള്ള നടന്മാരെക്കുറിച്ച് അവന്മാർ ചെയ്തു കൂട്ടുന്ന വൃത്തികേടുകൾ അതടക്കം ആരെങ്കിലും പുറം ലോകത്തിലെത്തിച്ചാൽ അപ്പോൾ അവരെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് ഈ നടന്മാർക്ക് അറിയാമെന്നുള്ളതാണ്. അപ്പോൾ എന്താ സംഭവിക്കാൻ പോകുന്നത്? അപ്പോൾ അവരുടെ സംഘടന ഉണർന്നെണീക്കുന്നു, വലിയ പ്രഹസന അന്വേഷണം നടത്തുന്നു. പുറത്താക്കേണ്ടവരെ പുറത്താക്കില്ല, പകരം പരാതി പറഞ്ഞവനെ പുറത്താക്കും. പിന്നെ അവൻ്റെ അല്ലെങ്കിൽ അവളുടെ സിനിമാ മോഹമെന്ന് പറയപ്പെടുന്നത് അവിടെ അവസാനിക്കും. കരിയർ ഗ്രോത്ത് ഇല്ലാതെ സിനിമാ മോഹങ്ങളും ഉപേക്ഷിച്ച് നാടുവിടേണ്ടി വരും. നടന്മാർ പിന്നെ ഈ സീരിയൽ പോലുള്ള പരിപാടികളുമായിട്ട് മുന്നോട്ട് പോകും. പക്ഷേ നടനം പാടെ ഉപേക്ഷിക്കേണ്ടി വരുന്നത് ആർക്കാണെന്നറിയാമോ? ഇതേപോലത്തെ നടിമാർക്കാണ്. അവർ പക്ഷേ സിനിമാ നടി എന്ന ലേബലിൽ ഏതെങ്കിലും ഒരു മൊണ്ണയെ കല്യാണം കെട്ടി ഈ രാജ്യം തന്നെ ഉപേക്ഷിച്ച് മറ്റു രാജ്യത്തേക്ക് കുടിയേറിപ്പാർക്കും. പിന്നെ അവർ സെറ്റായി. പക്ഷേ ഇങ്ങനെ ആയിത്തീരാൻ അത്യാവശ്യം അഭിനയശേഷിയുള്ള ഒരു നടിയും ആഗ്രഹിക്കില്ല എന്നുള്ളതാണ്. അതാകാം ഇവിടെയും ഇപ്പോൾ സംഭവിച്ചത് എന്ന് പറയേണ്ടിയിരിക്കുന്നു. എന്തായാലും ഷൈൻ ടോമിൻ്റെ മാപ്പിൽ ബിൻസിയുടെ മാനം തിരികെ കിട്ടുന്നു. എന്തൊക്കെ ബഹളമായിരുന്നു! ലൈംഗികാതിക്രമം നടത്തിയവൻ, തന്നോട് അശ്ലീലം പറഞ്ഞ നടൻ, സെറ്റിൽ ലഹരി ഉപയോഗിച്ച് അതിക്രമം കാട്ടിയവൻ, അങ്ങനെ എന്തൊക്കെ. പിന്നെയുമുണ്ട് ആ നടിവക ഒരു കമൻറ്റ്, ഇനി ലഹരി ഉപയോഗിച്ച് വരുന്നവരോട് അഭിനയിക്കില്ല എന്ന സത്യപ്രതിജ്ഞയും. എന്തൊരു വിപ്ലവകരമായ നിലപാടുകൾ! എന്നിട്ട് അവസാനം എന്തായി? ഒരു മാപ്പിലെല്ലാം ഒതുക്കി തിരികെ സിനിമയുടെ വർണ്ണലോകത്തേക്ക് നടന്നു കയറാൻ യാത്ര തുടങ്ങിയിരിക്കുന്നു ആ നടി. നല്ലത്, അവരുടെ കരിയർ അവർ നോക്കട്ടെ. മറ്റൊന്നും ഞാനിപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്നില്ല എന്നേ ഉള്ളൂ. സിനിമ എന്നല്ല, ഏത് മേഖലയിലായാലും സ്ത്രീകൾക്കെതിരെ നടക്കുന്ന അതിക്രമങ്ങൾ ചോദ്യം ചെയ്യപ്പെടേണ്ടതാണ്. തക്കതായ ശിക്ഷയും കൊടുക്കേണ്ടതാണ്. ശിക്ഷ നൽകിയാൽ പെണ്ണിന് പോയ മാനം തിരിച്ചു കിട്ടുമോ എന്ന് ചോദിച്ചാൽ കിട്ടില്ല എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. പക്ഷേ ആ നൽകുന്ന ശിക്ഷയുണ്ടല്ലോ, ആ ശിക്ഷ ലൈംഗികാതിക്രമം നടത്തുന്ന നരാധവന് ഇനി അങ്ങനെ ഒരു സ്ത്രീയോടും ചെയ്യാതിരിക്കുന്നതിനുള്ള ഒരു വകതിരിവുണ്ടാക്കിയേക്കാം എന്ന് പറയാം. അത്തരത്തിലുള്ള ഒരു സമീപനമെങ്കിലും ഈ നടിയും സ്വീകരിക്കേണ്ടതായിരുന്നു. ആ നടൻ അങ്ങനെ ലൈംഗികാതിക്രമം നടത്തിയെങ്കിൽ ഇതിത്രയേ ഉള്ളൂ എന്ന് പറയേണ്ടിയിരിക്കുന്നു. അതായത് ഞാൻ ആദ്യം പറഞ്ഞല്ലോ, മുൻപ് ഒരു നടി ഇപ്പോഴത്തെ ഈ തുടക്കക്കാരിയെപ്പോലെ അല്ലെങ്കിൽ ഈ തുടക്കക്കാരി നടിയെപ്പോലെയല്ല, കുറച്ചുകൂടിയൊക്കെ സീനിയറായ അഭിനയശേഷിയുള്ള ഒരു നടി പരാതിപ്പെട്ടു. ഇവിടെ എന്ത് സംഭവിച്ചു? ഒന്നും സംഭവിച്ചില്ല, സംഭവിക്കില്ല. അതാണ് സിനിമ. നിലനിൽപ്പിൻ്റെ രാഷ്ട്രീയം പയറ്റുന്ന ഈറ്റില്ലമാണിത്.
ഇവിടെ പരാതിക്കൊന്നും സ്ഥാനമില്ല. അത്രയും സീനിയറായ നടിയെ കണക്കാക്കിയിട്ടില്ല ഈ മലയാള സിനിമയിലെ തമ്പുരാക്കന്മാർ. പിന്നെയാണോ ഈ തുടക്കക്കാരിയെ? അതുകൊണ്ടാണ് ഛർദ്ദിച്ചത് വാരി തിരികെ വിഴുങ്ങുകയാണ് ഇപ്പോൾ ബിൻസി അലോഷ്യസ് ചെയ്തിരിക്കുന്നത്. ഇതാണ് സിനിമ, ഇങ്ങനെയാണ് സിനിമ. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.